ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി. ഞാൻ ഓണത്തെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരുങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുഖത്തൊക്കെ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പൗഡർ എടുക്കുന്നുണ്ട്. പൗഡർ ഞാൻ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൗഡർ ഇട്ടിട്ട്. പിന്നെ ഒരു തുണി വെച്ചിട്ട് തുടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ണിൻ്റെ മേലെ ഫൗണ്ടേഷന് ഒന്ന് ഐഷാഡ് ഒന്ന് ഇതായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫൗണ്ടേഷൻ കണ്ണിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐഷാഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് ഒരു കളർ കേട്ടോ. നല്ല കളറായിരുന്നു. നല്ല കുത്തനൊരു കളറായിരുന്നു. നല്ല റെഡായിരുന്നു. കുറച്ചിട്ടാൽ തന്നെ ഓവറായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു. രണ്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐഷാഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കണ്ണിൻ്റെ മേലെ അടിയിലൊക്കെ തിരുമ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ മുഖത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് തിളങ്ങിക്കോട്ട് ചെയ്തിട്ട് മുഖത്തൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. മൂക്കുമ്പിയൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അലീനർ ചെയ്തിട്ടുണ്ട്. കണ്ണ് മേലെ എഴുതി കൊടുത്തിട്ടോ. മേലെ എഴുതുമ്പോഴേക്ക് ശരിയാവുന്നുണ്ടാവില്ല. ഫോൺ വയ്ക്കാനൊരു സ്റ്റാൻഡൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോഴേക്ക് ഫോനെ കൈ പിടിച്ചിട്ടാണ് എഴുതുന്നത്. അതാണ് ഇങ്ങനെ കാണണം കേട്ടോ. നന്നായിട്ട് വാലിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിലും വാലിട്ട് എഴുതി കൊടുത്തു. നന്നായിട്ട് വാലിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അറിയണ്ടോന്നാവോ, എനിക്ക് അങ്ങനെ എഴുതാൻ വയ്ക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് ഇങ്ങനെ പിടിച്ചിട്ടോ. പിന്നെ അടിയിൽ ഞാൻ എഴുതിയപ്പോൾ ശരിയാവുന്നുണ്ടാവില്ല. എന്നിട്ട് ഞാൻ സൂം ചെയ്തിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ശരിയാവുന്നില്ല ഫോൺ നോക്കിയിട്ട്. പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് എഴുതിയിട്ട് വന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്നതാട്ടോ. അപ്പോൾ ഞാൻ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊട്ട് വെച്ച് കൊടുത്തു. പട്ടപ്പൊട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അടിയിലായിട്ടാണ് പൊട്ട് വെച്ചത്. അത് കഴിഞ്ഞിട്ട് മുടി ഊരുണ്ട്. അതിന് മുമ്പ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഡാസ്ലെയറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. റെഡാട്ടോ. റെഡ് ഷെയ്ഡ് തന്നെയാണ്. ഞാൻ നല്ല ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിയിൽ മേലൊക്കെ നല്ല രീതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ. പക്ഷെ പുറത്തു കൂടെ ആയി. അത് ഞാൻ തുടയ്ക്കും. നന്നായിട്ട് ഇട്ട് കൊടുത്തു ലിപ്സ്റ്റിക്ക്. പുറത്തു കൂടെ ആയതോ ഞാൻ അപ്പം തന്നെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് കൊള്ളാവും. അതിൻ്റെ മുടി ഊരിൻ്റെ ഒരു ക്രാബായിരുന്നു. അത് കെട്ട് കുടുങ്ങിയിട്ട് ഊരാൻ പറ്റിയ പാട്. അതിൻ്റെ മുടി ഊരി എന്നിട്ട് ഞാൻ വളട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കയ്യിലും വളട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മുടി പരത്തിയിടാന്ന് വിചാരിച്ച്. പിന്നെ ഒരു കമ്മൽ സ്റ്റഡ് ജിമിക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ലൊരു ജിമിക്കാണ് ഇട്ട് കൊടുത്തത്. അതിന് 2 വട്ടം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമിക്ക് ഇട്ട് കൊടുക്കണം. ജിമിക്ക് ഇട്ടത് മുടി പരത്തിട്ടാണെന്ന കാര്യം വിചാരിച്ച്. പിന്നെ മുടി കെട്ടാണെന്ന് വിചാരിച്ച്. പിന്നെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ മുടി പിരിച്ചിട്ടാട്ടോ കെട്ടണത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനങ്ങനെ പിരിച്ച് എന്നിട്ടൊരു സ്ലൈഡ് കുത്തി കൊടുക്കാട്ടോ ചെയ്തത്. എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് തോന്നിയെന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തു. ഒരു 2 പുറത്തും ഹെയർ സ്റ്റൈൽ ഇങ്ങനെ പിരിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ മാല ഒന്നിട്ടില്ല. മാല കയ്യിലുള്ള മാലിനിട്ട്. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആരെയും കാണി പ്ലീസ് സപ്പോർട്ട് ചെയ്യണം.